നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അഖിലിനെ സേതുവും പല്ലവിയും കൂടെ പിടികൂടുന്നുണ്ട്. അവർക്ക് സംശയമായിരുന്നു മാധവമേനന്റെ കാറിനകത്ത് പരിശോധന നടത്തേണ്ട കാര്യമൊന്നുമില്ല അഖിലിന്. അപ്പൊ ഇവരെന്തോ മോഷ്ടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്ന ആ രീതിക്കായിരുന്നു സേതുവിന്റെ പല്ലവിയുടെ ഒക്കെ പെരുമാറ്റം അഖിലിനോടുള്ള. ഒടുവില് അഖിലിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് സേതു എന്നിട്ട് പറഞ്ഞു, സത്യം പറയടാ, നീ എന്തിനാടാ ഈ വീട്ടിലേക്ക് വന്നേ? നീ വന്നതിന്റെ പിന്നിൽ എന്തോ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. വെറുതെ വന്നവനൊന്നും അല്ല നീ. സത്യം പറഞ്ഞാൽ നിന്നെ വെറുതെ വിടും, അല്ലെങ്കിൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കോ അഖില് പറഞ്ഞു, അയ്യോ സേതു ഏട്ടാ, ഞാൻ മോഷ്ടിക്കാനൊന്നും വന്നല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാടാ നീ എന്റെ അച്ഛന്റെ കാറിനകത്ത് കയറി എന്ത് പരിശോധിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു നിമിഷം അഖിലൊന്ന് ആലോചിച്ചു. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞാൻ ഇതിന് മോഷ്ടാവൊന്നും അല്ലെന്ന് പറഞ്ഞു. മോഷ്ടാവല്ലെങ്കിൽ നീ ഇവിടേക്ക് വന്നിട്ട് ഉദ്ദേശം പറ. നീ സ്വാധീനം ആദ്യം കയ്യിലെടുത്തു, പക്ഷേ എങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്തെന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് നീ ഇവിടെ താമസിക്കുന്നേ. അപ്പോഴേക്കും അഖില് പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കാര്യങ്ങള്. ശരിക്കും ഞാന് മാധവന്റെ മകനാന്ന് പറഞ്ഞു. മകനോ? സേതുവും പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവന്റെ കോളറിനും കൂടെ കയറി കുത്തിപ്പിടിച്ചു. കള്ളത്തരം പറയുന്നോടാ റാസ്കൽ. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെയല്ല. എന്റെ സ്പോൺസറായിരുന്നു, എന്നെ പഠിപ്പിച്ചതൊക്കെ മാധവമേനോൻ സാറായിരുന്നു. ആ സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അതെന്തേലും ആയിക്കോട്ടെ, നീ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? നിന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, പിന്നെ നീ ഇവിടേക്ക് വന്ന് ഈ കള്ളത്തരമൊക്കെ കാണിക്കണ എന്തിനാന്ന് ചോദിച്ചു. അപ്പോഴേക്കുമാണ് അഖിൽ ആ കാര്യം പറയണേ. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്, ഇനി ആ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതെ, മാധവൻ മേനോൻ സാറിന്റെ മരണത്തിന് ഉത്തരവാദി അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. കണ്ടെത്താൻ വേണ്ടിയോ? അതെ, അതിനു വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ. അതിന് നീ എന്താടാ വല്ല പോലീസ് ആണെന്നൊക്കെ ചോദിച്ച് സേതു ദേഷ്യപ്പെടുകയാണ്. അപ്പോഴാണ് അഖിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്, തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഏറെക്കുറെ വിശ്വാസമായി. ആ സമയം പല്ലവി പറഞ്ഞു, അല്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇതിന്റെ പിന്നിലെ കൊലയാളികളെ കുറിച്ചൊക്കെ വല്ല ധാരണയുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും അഖില് പറഞ്ഞു, ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ കൊലയാളികളെ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി പറയുന്ന പ്രതാപനുണ്ടല്ലോ, അയാൾക്ക് നല്ല പങ്കുണ്ട്. ഒരു തവണ ഞങ്ങളത് പിടിക്കുകയും ചെയ്തതാണ്. പക്ഷേങ്കില് പൂർണ്ണാമയെ ഓർത്തിട്ട് മാത്ര ഞങ്ങൾ പിന്നെ കൂടുതലൊന്നും പറയാത്തതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ അഖില് പറഞ്ഞു, അയാൾ മാത്രല്ല, ഇതിന്റെ പിന്നിൽ വേറെ പല ആൾക്കാരും ഉണ്ട്. ഒരു ദിവസം അവിടെ കഴിഞ്ഞോട്ടെ, ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥകളൊക്കെ സേതുവേണ്ട പല്ലവേച്ചിയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് തെളിയിക്കും. പക്ഷെ അതിനു മുമ്പ് ഈ കുടുംബത്തിൽ ആരും അറിയാൻ പാടില്ല ഞാൻ ആരാണ്, എന്താണ് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ മാത്രം അറിയാൻ പാടുള്ളൂ. പോരാത്തതിന് സ്വാതി പോലും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നോടം വരെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, ഞങ്ങളുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അവർക്കും സേതുവിനാണെങ്കിലും പല്ലവിക്കാണെങ്കിലും അച്ഛന്റെ മരണത്തിന് ഉത്തരവാദികളെ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന്. പിന്നീട് അഖിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, എന്നാലും അഖിലിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ആദ്യം സ്വാതിയെ കയ്യിലെടുക്കുക ഇതിനു വേണ്ടിയിട്ട്, പിന്നീടോ ഈ വീട്ടിൽ കടന്നു കൂടില്ലെന്ന് ചോദിച്ചു. സേതു പറഞ്ഞു, അത് അവരുടെ ജോലിയുടെ ഭാഗമല്ലേ, അപ്പൊ അതുകൊണ്ടാ എന്ന് പറഞ്ഞു. പല്ലവി പറഞ്ഞു, എന്നാലും ആരായിരിക്കും അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി? ആ പ്രതാപനങ്ങളാണോ അയാളാണോ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. പറയാൻ പറ്റില്ല, അയാളുടെ പിന്നിലും ആരൊക്കെ ഉണ്ട് പല്ലവി. അയാൾക്കും പിന്നെ വേറെ ആർക്കൊക്കെയോ ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, അതെനിക്കും തോന്നുന്ന കാര്യ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രതാപനെ ഒന്ന് പിടിച്ചിട്ട് കൊടയുവാണെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരും എന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് അത് വേണ്ട. അഖിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞേ. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് സത്യം കണ്ടെത്തട്ടെ. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് ആരാ എന്താ ഏതാന്നൊക്കെ ഉള്ള വിവരങ്ങൾ കിട്ടൂലോ എന്ന് പറഞ്ഞു. അതുവരെ സമാധാനമായിട്ടിരിക്കാന്ന് പറഞ്ഞു. പിന്നീട് അഖിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതാപനെ പിന്തുടരുന്നുണ്ട്. പ്രതാപനെ ആരെ കാണുന്നു, എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നൊക്കെ ഏകദേശം ഒരു രൂപം കിട്ടി. കുറിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടി. പിന്നീട് SP വിളിക്കുവാണ് അഖില് വിളിച്ചു കഴിഞ്ഞപ്പോൾ SP ചോദിച്ചു, എന്തായിടോ കാര്യങ്ങള്, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താന്ന് പറഞ്ഞിട്ട് എന്തായ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു. സാറേ, അധികം വൈകാതെ അവന്മാരെ നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഉറപ്പാണോ? ഉറപ്പാ സാറേ, സാർ ധൈര്യമായിട്ടിരിക്കുക. അധികം വൈകാതെ പ്രതികളെ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും SP പറഞ്ഞു, എടോ ചന്ദ്രകുമാറെ, അഖില വിളിച്ചേ, എത്രയും പെട്ടെന്ന് തന്നെ
അവന്മാരെ കയ്യിലെടുക്കൂന്നാ പറഞ്ഞേ. മാധവമേനന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ നിന്നെ കൊണ്ടൊക്കെ എന്തിനേലും കഴിയുവോ? ഇതാ പറഞ്ഞേ, നല്ല കഴിവുള്ള ഓഫീസർ വേണമെന്ന്. കണ്ടില്ലേ, അഖില കയറി ആ കുടുംബത്തിലും കയറി പറ്റി അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ. അവൻ അധികം വൈകാതെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രകുമാറിന്റെ മുഖമൊക്കെ ആകെപ്പാടെ വിളറി വെളുത്ത് വല്ലാത്തൊരു ഭാവത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രകുമാർ ഇത്ര പ്രതീക്ഷിച്ചില്ല അഖില് ഇത്ര പെട്ടെന്ന് സത്യങ്ങളൊക്കെ കണ്ടെത്തും എന്നുള്ളത്. ഈ സമയത്ത് അച്ചുവിന് നല്ല സംശയമായിരുന്നു അഖിലിനെ. എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നീട് അച്ചു സേതുവും പല്ലവിയും കണ്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അയാളെ വാച്ച് ചെയ്യുന്നുണ്ടോ, അയാളുടെ ഭാഗത്ത് എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളും ഉള്ളവരെ എനിക്ക് തോന്നുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും സേതു പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മോളെ, അതൊക്കെ വെറുതെ തോന്നല് മാത്രമെന്ന് പറഞ്ഞു. ഇപ്പൊ സേതുവേണ്ടും പല്ലവി ചേച്ചിയും കൂടെ ആ കൂടെ കൂടിയോന്ന് ചോദിച്ചു. അങ്ങനെയല്ല, ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, നല്ലവനാന്ന് തോന്നി. ഒരിക്കലും അയാളൊരു കള്ളനോ കൊലപാതകയോ ഒന്നും അല്ല എന്ന് പറഞ്ഞു. അച്ചു പറഞ്ഞു, അങ്ങനെയാണെ കുഴപ്പമില്ല, പക്ഷെ എന്നാലും മുറി കയറിയതൊന്നും എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഇനി വല്ലതും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പോലും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും മോഷ്ടിച്ചുകൊണ്ടൊന്നും പോകത്തില്ല, നീ ധൈര്യമായിട്ടിരുന്നു, പേടിക്കേണ്ട ആളൊന്നുമല്ല, ഞാൻ സംസാരിച്ചെന്നൊക്കെ സേതു പറഞ്ഞു. അച്ചു പറഞ്ഞു, ഇന്നത്തെ കാലത്ത് സംസാരിച്ച് വീഴിക്കാൻ കഴിവുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ആ ചതിയിൽ പോയി വീട്ടിൽ സേതുവേട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. 3-ാം ദിവസമായി കഴിഞ്ഞപ്പോൾ അഖില് സേതുവിനെയും പല്ലവിയും കൂടെ വിളിച്ചു. പല്ലവിയും വിളിച്ചിട്ട് പ്രതാപനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. പ്രതാപന് ഈ കൊലപാതക ബന്ധമുണ്ട്, അതുമാത്രമല്ല 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞു. ഒന്ന് പ്രതാപന്, പിന്നെ കുറുപ്പ് എന്നുള്ള പേര് കിട്ടിയപ്പോഴത്തേനും സേതുവും പല്ലവി ഒരു നിമിഷം മുഖത്തോട് മുഖം നോക്കണം. നിങ്ങൾ എന്തൊക്കെയാ സാറേ പറയണത് സേതു ചോദിച്ചു. അതെ, കുറുപ്പിന് ഇതിനകത്ത് പങ്കുണ്ട്, പിന്നെ 3-മതൊരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സേതുവിനും പല്ലവിക്ക് ആരെന്താണെന്നും മനസ്സിലായില്ല. അപ്പോഴേക്ക് സേതു പറഞ്ഞു, അല്ല ഈ അമ്മാവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമോ? എനിക്ക് തോന്നില്ല. എൻ്റെ അച്ഛനെ കൊന്നിട്ട് അമ്മാവൻ എന്ത് കിട്ടാനായിട്ടാണ്? അമ്മാവനാണ് അച്ഛനെ പറഞ്ഞ ശേഷം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നിരുന്നേ, പിന്നെ എന്നെ അങ്ങ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന കുറുപ്പമ്മാവന. അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മാവനെ അച്ഛനെ കൊല്ലാൻ നോക്കുന്നു സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അഖില് പറഞ്ഞു, ഇല്ലെന്ന് സേതുവിന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ മനുഷ്യന്മാര് പല വിധമുണ്ട്. കാരണം കുറ്റം ചെയ്തിട്ട് അയാൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നന്നായിട്ട് അറിയായിരുന്നു. നിങ്ങളെ എല്ലാവരും അയാൾ ഓരോന്നൊക്കെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുമായിരുന്നു. സത്യത്തില് അയാളൊരു കൊടും ക്രിമിനലാണ്. അല്ലെങ്കിൽ പിന്നെ അയാൾ ഇമാതിരി കള്ളത്തരങ്ങളെ കാണിച്ചിട്ട് ഒന്നും അറിയത്തില്ലാതെ പോയിട്ട് ഇത്രയും കാലം നിങ്ങളുടെ മുന്നിൽ പിടിച്ചിരിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, എത്ര സ്നേഹത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു അറിയോ. ഇവിടെ വന്നു കഴിഞ്ഞാലും എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു. അമ്മേനെയൊക്കെ ഭയങ്കര കാര്യത്തോടു കൂടിയിട്ടാ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അഖില് പറഞ്ഞു, അതിനൊന്നും അധിക സമയമുണ്ടെന്ന് വേണ്ടല്ലോ മാറാനായിട്ട്. അതുകൊണ്ട് ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഇതിന്റെ പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അയാളും കൂടെ കണ്ടെത്തണം. മാധവമേനനെ കൊന്ന എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് അധികം വൈകാതെ നടക്കുമെന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, എന്നാലും ആ പ്രതാപനെ നമുക്ക് ആദ്യം വിളിച്ച് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പ്രതാപനെ ചോദ്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. പ്രതാപന് അഖിലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ചോദിച്ചു, നീ എന്താടെ ഇവിടെ എന്ന് ചോദിച്ചു. സേതുവും പല്ലവിക്ക് അങ്ങോട്ട് വന്നു. ഈ സമയത്ത് അഖില് എന്നിട്ട് ചോദിച്ചു, സത്യം പറ, മാധവമേനന്റെ മരണത്തിൽ നിങ്ങൾക്കും പങ്കില്ലെന്ന് ചോദിച്ചു. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. പ്രതാപന് ഇത്രയ്ക്ക് മുഖത്ത് നോക്കി അഖില് ചോദിക്കും എന്നുള്ള കാര്യമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ഈ വീട്ടിലേക്ക് വന്ന് എന്തിനാന്ന് പോലും അവന് അറിയത്തുണ്ടായിരുന്നില്ല പ്രതാപന് അഖില് വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ. അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, നിന്നെ വെറുതെ വിടുമെന്ന് ഓർത്തണ്ട നീ ഇരിക്കുന്നേ, ഒരു കാരണവശാലില്ല, സത്യം പറയാൻ നിന്നെ ഞങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രതാപൻ പറയാൻ കൂട്ടാക്കില്ല. അപ്പോഴേക്കും പെട്ടെന്ന് അഖിലൊരു തോക്കെടുക്കുകയാണ്. ഇതെന്താണെന്നറിയോ, തോക്കാൻ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, അല്ലെ ഇവിടെ ഇട്ട് നിന്നെ തീർക്കുമെന്ന് പറഞ്ഞു. തീർത്താലും എനിക്കൊരു പ്രശ്നമില്ലടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവനൊന്ന് നോക്കി, ഇവനെന്താ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയണേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പ്രധാനം. അപ്പോഴേക്കും അഖില് പറഞ്ഞു, ഞാൻ ആരാന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? എടാ, ഞാൻ പോലീസാടാ. മാധവമേനോട് സാറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന പോലീസ്. ഇനി നിനക്ക് രക്ഷയില്ലടാ എന്നൊക്കെ പ്രധാനോട് പറയണം. സത്യം പറഞ്ഞു, ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട്, മാധവമേനെ കൊലപ്പെടുത്താനായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.